സരെ ഗരെ സപ ഗരെ ഗരെ സപ. ഇവിടെ ആരാ ഈ രാവിലെ പാട്ട് വെക്കുന്ന? അങ്ങനൊരു ശീലമേ ഇവിടെ ഇല്ലല്ലോ. പോയി നോക്കാം. പാർവതി, അപ്പൊ അവൾക്ക് ഡാൻസ് അറിയാമോ? रहित समान रहित मोहनांगी सदा पालय सरसाक्षी समान रहित समान रहित मोहनांगी सदा पालय सरसाक्षी समान रहित मोहनांगी सदा पालय. എൻ്റെ കുട്ടിയെ നന്നായിരിക്കുന്നു, മനോഹരമായിട്ട് കളിച്ചല്ലോ. മോളെ നിനക്ക് ഡാൻസ് അറിയായിരുന്നു? ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ യു കെയിലൊക്കെ പോയിട്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചോ? സാധാരണ ഒരു കുട്ടികളും അങ്ങനെ ചെയ്യാറില്ല. മിടുക്കി. പാർവതി, നന്നായിരുന്നു ഡാൻസ്. പാറുമോ, ആസ് യൂഷ്വൽ നീ പൊളിച്ചു. അയ്യോ, ഇന്ന് മഴ പെയ്യും. തമ്പുരാട്ടി രാവിലെ എണീച്ചു. അത് തന്നെയാ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അവളങ്ങനെ രാവിലെ എണീക്കാറില്ല. എന്ത് പറ്റിയോ എന്തോ. ഡാ സൂര്യ, എന്താച്ചാ? എടാ, നീ ഏത് ലോകത്താ? ഞാൻ അത്ര നേരം നിന്നെ വിളിക്കുന്ന. അത് ഞാനെന്തോ ആലോചിച്ചോണ്ടിരുന്ന. എനിവേസ്, പാർവതി, തൻ്റെ ഡാൻസ് നന്നായിരുന്നു. ചന്ദ്രികെ, ഏട്ടാനുള്ള ഭക്ഷണം റൂമിൽ എത്തിച്ചായിരുന്നു? ആ അമ്മ, ഞാൻ കൊടുത്തായിരുന്നു. മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തിനാ കുട്ടി ഒരു മുഖവരയൊക്കെ? ചോദിച്ചോ? അത് മുത്തശ്ശൻ എന്താ താഴേക്ക് ഇറങ്ങി വരാത്തത്? അത് മോളെ, മുത്തശ്ശന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. ഓ, അങ്ങനെയാണോ? എത്ര ശാന്ത സുന്ദരമായ സ്ഥലം. ഹലോ, എനിക്കങ്ങോട്ട് വരാമോ? ആ, സൂര്യേട്ടനായിരുന്നു. പിന്നെന്താ, വരാമല്ലോ. എന്തിനാ ചോദിക്കുന്നതൊക്കെ? താനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്, അതാ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിലും ഞാൻ ഈ സമയം ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. എന്ത് നല്ല സ്ഥലമല്ലേ. എവിടെയൊക്കെ പോയാലും ഇത്രയും ഭംഗി എവിടെയും കിട്ടില്ല. അത് താൻ പറഞ്ഞ ശരിയാ. നമ്മൾ എവിടെ പോയാലും ഇത്ര ഭംഗി കിട്ടില്ല. പിന്നെ ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഓ, അതിനെന്താ ഏട്ടൻ ചോദിച്ചോ? അത് താൻ ഇതിനു മുമ്പ് എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതെന്താ അങ്ങനെ തോന്നാൻ? വരുന്നല്ല, തന്നെ കണ്ടപ്പോൾ എനിക്ക് മുമ്പ് പരിചയമുള്ള പോലെ. എനിക്കും ഇങ്ങനെ തന്നെ തോന്നിയായിരുന്നു. ഞാനും ഏട്ടനെ എവിടെ വെച്ചോ കണ്ടിട്ടുള്ള പോലെ, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഹലോ ഗൈസ്, എന്താണ് ഇവിടെ പരിപാടി? ഏയ്, ജസ്റ്റ് കാഷ്വൽ ടോക്സ്, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ലക്ഷ്മിക്ക് എന്നെ മനസ്സിലായില്ലേ? നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് പരിചയമുണ്ട്. ഏട്ടൻ്റെ പേര് സൂര്യ എന്ന് തന്നെയല്ലേ? എനിക്ക് ഏട്ടനെ മുമ്പ് പരിചയമില്ലല്ലോ. നീ മറന്നുപോയോ? ശരിക്കും ഓർമ്മയില്ല? ഞാൻ പറയാം. പണ്ട് ഒരു യു കെയിൽ ഒരു കഫേയിൽ വെച്ചിട്ട് ഞാൻ ഫ്രണ്ട്സിനോട് ഇരുന്നപ്പോൾ നീ പെട്ടെന്ന് ഓടി വന്നിട്ട് യു ചീറ്റ്, എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കളിയാക്കൽ തന്നെയായിരുന്നു.
ശരിക്കും ഒന്ന് അവിടെ എന്താ ഉണ്ടായേ? ഏട്ടാ എന്തേ പറയും? അപ്പൊ അത് ഏട്ടനായിരുന്നു. മോളെ നീ കരയാതെ കാര്യം പറഞ്ഞേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചന്തു ഏട്ടാ, ചന്തു ഏട്ടാ, എന്താടി? നമുക്ക് ഒരു കോഫി അടിച്ചാലോ? ദേ പെണ്ണെ, നീ അങ്ങോട്ട് നടന്നേ. ഇപ്പൊ തന്നെ എത്ര കടകൾ കയറിയെന്നോ. എന്നോട് ഇനി മിണ്ടണ്ട. എന്റെ ദൈവമേ, ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. നടക്കും ഇങ്ങോട്ട്. ശരിക്കും പോവാ. ഓ താങ്ക് യു. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ബില്ല് പേ ചെയ്തിട്ട് വരാവേ. ഓക്കെ ബേബി. ഇത് എത്ര നേരം ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് എവിടാണോ എന്തോ. ഹേ മാം, ഐ ലവ് യു സോ മച്ച്. എത്ര നാളായിരുന്നു എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യടാ. ഇതാണ് ഞാൻ അവിടെ കണ്ടത്. ഞാൻ വിചാരിച്ചു ചന്ദ്രവേട്ടനായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അന്ന് പെരുമാറിയത്. സോറി. പിന്നെ ഞാൻ ചന്ദ്രവേട്ടൻ എനിക്ക് കുറേ വട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തു. പിന്നെ മിണ്ടിയിട്ടേ ഇല്ല ഞാൻ. അന്ന് അത്രമാത്രം കണ്ടിട്ട് നീ അവനെ തെറ്റിദ്ധരിച്ചത് ശരിയായില്ല. അതിൻ്റെ പേരിൽ അവൻ എത്ര അനുഭവിച്ചെന്ന് നിനക്കറിയാമോ? പിന്നെ അവൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ മാത്രമേ ഉള്ളൂ. അന്ന് അത്രയല്ലേ നീ കണ്ടുള്ളൂ. ബാക്കി എന്താ ഉണ്ടെന്ന് ഞാൻ പറയാം. സൂര്യ, എന്താ നീ ഒന്നും പറയാത്തെ? എന്തിനാടാ എന്നെ അടിച്ചേ? ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുറകെ ഇതും പറഞ്ഞ് നടക്കരുതെന്ന്. പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് നീ ഇങ്ങനെ കാണിക്കുന്നത്. എൻ്റെ അനുവാദമില്ലാതെ അതിനെ ടച്ച് ചെയ്യാനുള്ള അവകാശം നിനക്കാരാ വന്നേ? നിന്റെ ഈ തൊലിവെളുപ്പിൽ നിന്റെ തന്തയുടെ പണത്തിൽ ഞാൻ വീഴുമെന്ന് കരുതിയോ? നിനക്ക് തെറ്റി. നീ കാണുന്ന എല്ലാ ആൺപിള്ളേരും അങ്ങനെ ആയിരിക്കും. പക്ഷേ ഈ സൂര്യ ഗണത്തിൽ പെടുത്തണ്ട. ഗോപേ, മേലായി കാര്യം പറഞ്ഞ എൻ്റെ പുറകെ എങ്ങനെ വന്ന അടിച്ചിൻ്റെ കോരണക്കൂറ്റി ഞാൻ പൊളിക്കും. പിന്നെ ഇപ്പം ഞാനത് ചെയ്യാത്തത് ബിക്കോസ് ഐ റെസ്പെക്ട് വുമൻ. എണീറ്റ് പോടി. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയാൻ ശ്രമിച്ചില്ല. ഞാൻ എന്ത് ചെയ്യും? നീ വിഷമിക്കാതെ. പിന്നെ നിനക്ക് എപ്പോഴും അവനെ ഇഷ്ടമാണോ? ഈ ലക്ഷ്മിയുടെ മനസ്സിനൊരു അവകാശം ഉണ്ടെങ്കിൽ അത് ചന്ദ്രയുടെ തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റമില്ല. പക്ഷേ ഇനി ചന്ദ്രയുടെ എന്നെ അംഗീകരിക്കാൻ സാധിക്കുമോ? നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. അയ്യോ അമ്മേ, ക്ഷമിക്കണം. ഞാൻ കണ്ടില്ല, അറിയാതെ പറ്റിയതാ. ഏയ്, അതൊന്നും ഒരു പ്രശ്നമല്ല. വെപ്രാളം പിടിക്കാതെ ദേവി, സൂക്ഷിച്ചു നടന്നാലും. സ്വപ്നമായിരുന്നു. പക്ഷേ സ്വപ്നത്തിലെ ആ മുഖം, ആ സംസാരം, അതെല്ലാം സൂര്യേട്ടനെ പോലെ ആയിരുന്നല്ലോ. ഇതാദ്യമായിട്ടാണ് ആ മുഖം എൻ്റെ സ്വപ്നത്തിൽ വ്യക്തമാവുന്നത്. പക്ഷെ ആ മുഖം പാർവതി. ഞാൻ എന്തിനായിരിക്കും അവളെ ദേവി എന്ന് വിളിച്ചത്? ഇനി ആ സ്വാമി പറഞ്ഞ പോലെ എല്ലാം സത്യമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാണുന്നതെല്ലാം എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ജന്മത്തിൽ അവരൊന്നിക്കും. ഒരു ശക്തിക്ക് അവരെ പിരിക്കാനാകില്ല. അതിനായി ശ്രമിക്കുന്നവർക്ക് മരണമായിരിക്കും വിധി. രുദ്രദേവവർമ്മന്റെയും വൈഷ്ണവി ദേവിയുടെയും ഒന്നു ചേർന്ന് തടുക്കാൻ ഒന്നിനുമാകില്ല. കഴിഞ്ഞ ജന്മത്തിലെ കണക്കുകൾ അവർ എണ്ണി എണ്ണി ചോദിക്കും. രക്തം കൊണ്ട് കള്ളമെഴുതും അവർ.
എന്നാലും ഇടാ അവർക്ക് ഇങ്ങനെ തോന്നി എന്നെ എന്നെ മനസ്സിലാക്കാതെ എൻ്റെ അടുത്തുനിന്ന് പോവാൻ. അതിനെക്കുറിച്ച് ഒരു വാക്ക് അവൾക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു. എടാ നീങ്ങനെ വിഷമിക്കല്ലേ, അവൾക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുക, എല്ലാ പ്രശ്നവും പറഞ്ഞ് തീർക്ക്. പൂർണ്ണമായി അവളെയും തെറ്റു പറയാൻ പറ്റില്ല. നിനക്കൊരു ട്വിന്നുണ്ടെന്ന് നീ എന്താ അവളോട് പറയാതിരുന്ന? അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങളുടെ രണ്ടുപേരുടെ പക്ഷത്തും ഒരേപോലെ തെറ്റുണ്ട്. അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നപ്പോൾ അവൾ നിന്നോട് ചോദിക്കണമായിരുന്നു. അവളത് ചെയ്തില്ല. രണ്ടുപേരുടെ സൈഡിലും തെറ്റുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് സംസാരിച്ച് എല്ലാം ഒന്ന് ശരിയാക്കുക. അവൾ ആ ബാൽക്കണിയിലുണ്ടാവും. ചെല്ലടാ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ആ ആ വന്നോട്ടാ. എടോ താൻ കരയുമായിരുന്നു? ഏയ് അല്ലല്ലോ, ആര് പറഞ്ഞു? ഞാൻ കരയല്ലായിരുന്നു. ലച്ചു, നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയോ? നീ കരയുമായിരുന്നോന്നാ ചോദിച്ചേ? സോറി എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? അന്ന് അങ്ങനെ കണ്ടപ്പോ ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു. ക്ഷമിക്കൂലേ ഏട്ടാ? പ്ലീസ് ഒരു വട്ടം കൂടെ ക്ഷമിക്കേട്ടാ. ഏട്ടനില്ലാതെ ഇത്ര നാൾ ഞാൻ അങ്ങനെ ജീവിച്ചെന്നറിയോ? അപ്പൊ നീ ഇല്ലാതെ ഇത്ര നാൾ ഞാൻ അങ്ങനെ ജീവിച്ചത് നിനക്കറിയാമോ? അറിയാമോന്ന്? നിനക്കറിയില്ല. കാരണം എൻ്റെ വിഷമം എനിക്കേ അറിയുള്ളൂ. എൻ്റെ ഓരോ മെസ്സേജിനും നീ റിപ്ലൈ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നീ തന്നില്ല. ഞാൻ എത്ര വിഷമിച്ചത് നിനക്കറിയാമോ? നീ വിഷമിച്ച പോലെ തന്നെ ഞാനും വിഷമിച്ചു. സോറി ഏട്ടാ, സോറി. അങ്ങനൊന്നും പറയല്ല. ഇനി ഞാൻ അങ്ങനെ പോവില്ല. സത്യമായിട്ടും എന്നെ സ്വീകരിക്കൂ. ഇല്ല ലച്ചു, അത് മാത്രം നടക്കില്ല. വേറെ എന്തൊക്കെ സംഭവിച്ചാലും നീ ഇനി എൻ്റെ ജീവിതത്തിലുണ്ടാവില്ല.